ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സഞ്ജു ടെക്കി വ്ളോഗ്സുകാരനെ അറിയാലോ അല്ലേ? സഞ്ജു കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി കളിച്ചു. എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. അവന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കുകയും ചെയ്തു. ആ വീഡിയോ കാണാത്തവർക്ക് ഒന്ന് പ്ലേ ചെയ്യേണ്ട, അതിന് ശേഷം പറയാം. അപ്പൊ ഗൈസ്, നമ്മുടെ കാർ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ പോവുക. ഒന്ന് റീച്ചിന് വേണ്ടി ചെയ്തതാ. ചാനൽ യൂട്യൂബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റീച്ച് ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം. എന്ത് വേണമെങ്കിൽ ചെയ്യും. പക്ഷെ ഈ കുട്ടി അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഉണ്ടാവുന്ന അപകടങ്ങളൊന്നും അറിയാതെ ചെയ്തതാണ് കേട്ടോ. എന്തായാലും ലൈസൻസ് പോയി കിട്ടി എന്ന് പറയാം. MVD കുറെ പേരൊക്കെ കമന്റ് അതിന്റെ താഴെ എഴുതി, ഇത്രയും വലിയ ശിക്ഷയൊക്കെ കൊടുക്കണമായിരുന്നു. സത്യത്തിൽ ഞാനും ഒന്ന് ചിന്തിച്ചു പോയി. ശരിയല്ലേ? ഇത്രയും ആജീവനാന്തമൊക്കെ ലൈസൻസ് റദ്ദാക്കാനുണ്ടോ? എന്തെങ്കിലും പണിഷ്മെന്റ് അല്ലെങ്കിൽ 1-2 വർഷത്തേക്ക്? പക്ഷെ അല്ല, MVD അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി സംഗതി നന്നായുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് പോലും ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി എന്ന് പറയുമ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലെ? പക്ഷെ സഞ്ജുവിന് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയില്ല. അതിന്റെ കാരണം സഞ്ജുവിന് മുത്തുണ്ടല്ലോ, മുത്ത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ശരിക്കും ലൈസൻസ് കട്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പത്തിരുന്ന് വണ്ടി ഓടിക്കുന്നത്. നീയാണ് സത്തു എന്റെ ഡ്രൈവർ. കണ്ടോ ഗൈസ്, ഇതേപോലത്തെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യട്ടെ. കാരണം ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാറിൽ കൊണ്ടു. കാരണം എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. ലവ് യു സത്തു. ഇത്രയും സന്തോഷം സത്യത്തിൽ ഉണ്ടാവുമോ ഒരു ലൈസൻസ് നഷ്ടപ്പെടുമ്പോ? ഇല്ല. ക്യാമറ ഓഫ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ നിന്ന് കരഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇത് സന്തോഷം അയ്യോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ ഈ സന്തോഷം ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എത്രയായാലും ഗേൾ ഫ്രണ്ട് ഭാര്യ ആയി കഴിഞ്ഞാൽ കൂടിയും ഒരവിടെ പോകുമ്പോ അവളുടെ കാല് പിടിക്കണ്ടേ, മുത്തിന്റെ കാല് പിടിക്കണ്ടേ? അത് മൂഡ് ശരിയല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. എന്തായാലും സ്വന്തം ലൈസൻസ് ഉള്ളത് അത് വേറെ തന്നെയാണ്. പക്ഷെ ക്യാമറ ഓഫ് ചെയ്ത ശേഷം കരഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് ആ കുട്ടിനെ കൊണ്ട് വേറെ പ്രശ്നമില്ല. അവൻ ജസ്റ്റ് മണ്ടത്തരം കാണിച്ചു, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് അധികാരികൾ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം ചെയ്തോട്ടെ, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അതൊന്നും നിയമം കാറ്റിപ്പുറത്തിക്കൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഹിയറിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം ഒരു സാധുജീവിയെ പോലെ സംസാരിച്ചത്. അവിടെ വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു, വളരെ മര്യാദക്കാരനായിരുന്നു, വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ ഓടിക്കുന്നതായിട്ട് ഇനി കണ്ടു കഴിഞ്ഞാൽ അടുത്ത നടപടിയുണ്ട്. നമുക്ക് ഒരു അപകടം പറ്റി കൺട്രോൾ പോയി വണ്ടി എതിരെ വരുന്ന ഒരു വലിയ ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ബസ് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർക്ക് ദാരുണമായിട്ട് അന്ത്യം സംഭവിച്ചേനെ, അല്ലെങ്കിൽ വലിയ അപകടത്തിൽപ്പെട്ടാനെ. അത് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. അപകടം പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് നിസ്സാരമായിട്ട് വന്നു. അപകടം പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ പിടിക്കാൻ ഇമ്മീഡിയല്ലെന്ന് തോന്നി ചോദിച്ചേനെ. വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണത. അത്രയും 10-25 ലിറ്ററോളം വാഹനം വെള്ളം കയറ്റിയിട്ട് അതിങ്ങനെ ഇനി ചലിക്കത്തില്ല. ഇത്തരത്തിലുള്ള ചലനം വാഹനത്തിൻ്റെ കൺട്രോൾ പോകും. അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, അതിനുവേണ്ടി നിർമ്മിതിയുള്ള വാഹനമല്ലല്ലോ അത്. തെറ്റായ സന്ദേശമല്ലേ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്? ശരിയാണ്, തെറ്റായ സന്ദേശം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല നമ്മുടെ സഞ്ജു ചെയ്തത്. സഞ്ജുവിന്റെ ഒരു മണ്ടത്തരം പറ്റി. അതിനകത്ത് 3 ആളും കൂടെയാണ് യാത്ര ചെയ്തത്. പെട്ടെന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി എന്താ പറയാ, ഇതായിപ്പോയി. എയർ ബാഗ് ഒക്കെ ഓപ്പൺ ആയി. ഡേഞ്ചർ സിറ്റുവേഷനിലാണ് അങ്ങനെയൊക്കെ ആവുക. ഇവര് വെള്ളം നിറച്ച് വലിയ കളിച്ച് തമാശയായിട്ട് പോയി. സത്യത്തിൽ ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോൾ പ്ലേ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു നിർത്തിയിട്ടിരിക്കുന്ന കേടായ വണ്ടിയിലാണ് ഈ കുട്ടികൾ കളിക്കുകയാണ്, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടെന്നാ വിചാരിച്ചത്. പിന്നെ വാർത്തയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ സഞ്ജു പറഞ്ഞ പോലെ TV-യിൽ വന്നു, പേപ്പറിൽ വന്നു, അവന്റെ ന്യൂസ്, അവന്റെ ചാനൽ റീച്ചായി. അത് വേറെ വിഷയം. അവന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. പക്ഷെ അതിലും വലിയൊരു പണി കിട്ടി എന്ന് മാത്രം. അപ്പോൾ ഞാൻ കളിക്കുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, അത് ആ കുട്ടി അതിനെ കുറിച്ച് ശരിക്കും ബോധമില്ലാതെ അത് എടുത്ത് വണ്ടിയും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങി എന്നുള്ളതാ. അല്ല, അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എങ്ങനെയാ സ്വന്തം കാറിനകത്ത് വെള്ളം നിറയ്ക്കാനുള്ള മനസ്സ് വരുന്നത്? ഇവിടെ മഴയത്ത് കാറിൽ കയറുമ്പോൾ പോലും കൊടയൊക്കെ പിടിച്ച് അയ്യോ വെള്ളമൊന്നും ആവാതെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കാറിനകത്ത്, നമ്മുടെ പൊന്നുപോലെ നോക്കുന്ന കാറാണല്ലേ, അതൊക്കെ വെള്ളം നിറച്ച് ആള് പറഞ്ഞ പോലെ ശരിക്കും അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതല്ലോ, യാത്ര ചെയ്യാൻ ഉപയോഗിക്കേണ്ട വാഹനമാണല്ലേ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവര് തന്നെ തരുന്നുണ്ട്. ഈ വാഹനം ഒരു സ്വകാര്യ വാഹനമാണ്. ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഒപ്റ്റിമം കണ്ടീഷനിൽ ടാറ്റ നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആ പ്രസ്തുത വാഹനത്തിൻ്റെ അകത്ത് ഇതിനകത്ത് കുളം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ട് ചെയ്തത് ഒരു 7 സീറ്റർ വാഹനത്തിൻ്റെ സെൻട്രൽ ഫ്ലോയിൽ നിങ്ങൾ ഈ കാണുന്ന പോർഷൻ ഇപ്പോൾ സീറ്റുകളൊക്കെ മാറ്റിയിരിക്കുകയാണ്.
അപ്പോൾ ഈ സെൻട്രൽ റോയിലെ സീറ്റ് മടക്കിയിട്ടതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും പിൻ സീറ്റിലേക്കുള്ള സ്ഥലത്ത് ടാർപോളിൻ പ്ലാസ്റ്റിക് ഷീറ്റ് പോലൊരു ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചൊരു കുളത്തിൽ ഏകദേശം 200-250 ലിറ്ററോളം വെള്ളം നിറച്ച് അതിനകത്ത് ഏകദേശം 60-70 കിലോ തൂക്കമുള്ള 3 പേരാണ് ഇരിക്കേണ്ടത്. അപ്പം സാധാരണഗതിയിൽ ഈ വാഹനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈമറി റിസ്ട്രെയിൻ സിസ്റ്റം, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവർ നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് 3 പേര്. അപ്പോൾ ഈ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കർ പോലത്തെ വാഹനങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബാഫിൾ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബാഫിൾ പ്ലേറ്റ് ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു നോൺ കംപ്രസിബിൾ ആയിട്ടുള്ള മീഡിയമാണ് ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വാഹനം മൂവ് ചെയ്യുന്ന ഇനേർഷ്യയും അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് അതിൻ്റെ അകത്ത് വേവ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ഈ വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പോലെയല്ല, വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഇതിൻ്റെ കർട്ടൺ എയർ ബാഗുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് സെൻസറുകൾ ശരിക്കും ഒരു 17 മൈൽസ് പെർ അവർ ഏകദേശം വന്നിട്ട്, അതിപ്പോൾ നിങ്ങൾക്ക് മുൻ സീറ്റിൽ കാണാൻ പറ്റും എയർ ബാഗ് ഡിപ്ലോയ് ആയിരിക്കുന്നത്. കണ്ടോ, എയർ ബാഗ് വരെ ഓപ്പൺ ആയി എന്നുള്ളതാണ്. ഇപ്പൊ അപകടമൊന്നും സംഭവിക്കാത്തത് കൊണ്ട് പല അഭിപ്രായങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് എഴുതുന്നുണ്ട്. പക്ഷെ അതല്ല, ശരിക്കും ഒരു അപകടം, ഒരു ഫുൾ ആളുകളോട് കൂടി പോകുന്ന ഒരു ബസ്സിലേക്ക് ഇത് ബ്രേക്കൊന്നും ഉദ്ദേശിച്ച പോലെ കിട്ടില്ല, ഫുൾ വെള്ളത്തിലല്ലേ. അപ്പോ എങ്ങാനും ഒരു അപകടം ഉണ്ടായതെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിക്കും. പിന്നെ ജയിലിലിടും. ഇപ്പൊ ലൈസൻസ് പോയതിന്റെ ഹല്ലോ ഗേസ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതായിരിക്കില്ല അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിരുന്നെങ്കിൽ. അവര് തന്നെ അതിനെക്കുറിച്ച് പറയും. ഇതിൽ സംഭവിച്ചത് തന്നെയാണ്. അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഇളക്കം കാരണം അത് റെസ്പോണ്ട് ചെയ്ത് എയർ ബാഗ് ഡിപ്ലോയ് ആക്കി കഴിഞ്ഞപ്പോൾ ഇവർ പാനിക്കായിപ്പോയി. ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പോൾ തന്നെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് തുടർന്ന് വെള്ളം ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി വാഹനം റോഡിൽ നിർത്തേണ്ട സാഹചര്യം വന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, ഒരു പരീക്ഷ വിട്ടു വരുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ബ്ലോക്ക് ആയി, കാഴ്ചക്കാർ കൂടി. നമ്മുടെ നാട്ടിലെ സംവിധാനം അതാണല്ലോ. അവരപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഡോറ് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സംഭരിച്ചിരുന്ന വെള്ളം മുഴുവൻ പൊതുനിരത്തിലേക്ക് അങ്ങ് ഒഴുക്കി വിട്ട് അതിനുശേഷം ഇവർക്ക് ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എയർ ബാഗിൻ്റെയാണ് ഈ യെല്ലോ വെയർ നിങ്ങൾ കാണുന്നത് എയർ ബാഗിൻ്റെ വയറുകളാണ്. ഇതിൻ്റെ മോഡ്യൂൾ, അതായത് ബോഡി കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും, ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ തുടർന്ന് ഈ വാഹനത്തിൻ്റെ അകത്ത് ഈ ഡാമേജ് അഗ്രവേഷൻ്റെ അകത്ത് തീ പിടിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് അതിനപ്പുറത്തേക്കുള്ള ഒരു ഡാമേജിനുള്ള സാധ്യതകളുണ്ട്. ശരിയാണോ? പല അപകടങ്ങളിൽ നിന്നും ശരിക്കും രക്ഷപ്പെട്ടു. ചെയ്തത് മണ്ടത്തരം ആണെങ്കിൽ പോലും മണ്ടത്തരമാണെന്ന് അവനും സമ്മതിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയി ആ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആക്സിഡന്റ് ആയി കിടക്കുന്ന ആളുകളെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത് ബോധവൽക്കരണം നടത്തിയിരുന്നു. സഞ്ജുവിന് തെറ്റ് മനസ്സിലായി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുട്ടിക്കളി മാറിയിട്ടില്ല, പയ്യനല്ലേ, അവൻ പ്രായത്തിന്റെ ഒരു ഇത് കൊണ്ട് ചെയ്തതായിരിക്കാം. എന്തായാലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനിയൊന്നും ചെയ്യരുത്. അപകടം പറ്റിയിരുന്നെങ്കിൽ സഞ്ജുവിന് വെറും ലൈസൻസ് പോവുക മാത്രമല്ല, അകത്ത് പോയി കിടക്കേണ്ടി വരും. വിഷയം വേറെ ആയെന്നെ. അപകടം ഇല്ലാതെ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും ഒതുങ്ങി. എന്തായാലും എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞാൽ ഒന്ന് കെയർഫുൾ. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ചേട്ടാ, ബൈ ബൈ.